ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുജി ആൻഡ് ദിസ് ഈസ് ഇഷ ആൻഡ് ഇത് അരുൺ. ഞങ്ങൾ ഇന്ന് ഒരു പുതിയ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ഒരു അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കിയാൽ. 2 കപ്പ് ജീര റൈസ് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 kg ചിക്കൻ ഉണ്ട്. അത് ജസ്റ്റ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2.5 സവോള, വലിയ സൈസ് സവോളയാണ്, അത് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു പച്ചമുളക്. ഇവിടെ കിട്ടുന്നത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ്, അപ്പോൾ ഞങ്ങൾക്ക് ഒരു പച്ചമുളക് മതിയാവുന്നത്. പിന്നെ ഇതൊരു 2 ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇത് നമ്മുടെ മിൻറ്റ് ലീവ്സും കൊറിയാണ്ടർ ലീവ്സും കൂടെ ജസ്റ്റ് കുഞ്ഞിതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആൻഡ് ഇത് തൈര്, ഇതൊരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. പിന്നെ ഇത് കാഷ്യൂ ആൻഡ് കിസ്മിസ്. പിന്നെ ഇത് ഇവിടെ കിട്ടുന്ന പ്യുവർ നാനക് ദേസി ഗീ ആണിത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം പട്ടയുണ്ട്, ഗ്രാമ്പൂ ഉണ്ട്, ഏലക്കയുണ്ട്, സ്റ്റാർ അനീസ് ഉണ്ട്, പെരുംജീരകം ഉണ്ട്. പിന്നെ ചെറിയൊരു കഷ്ണം ജാതിപത്രിയും വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി മസാല തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കും. മുളക് പൊടി, മല്ലിപ്പൊടി ആൻഡ് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും കൊണ്ടാണ് നമ്മളൊരു കുഞ്ഞു ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പ്രോസസ്സിങ്ങിലേക്ക് കടന്നാലോ. ഒരു പാൻ ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലിയും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം ഒന്ന് മാറിയപ്പോഴത്തേക്ക് ഞാൻ ആവശ്യത്തിന് അണിയൻസും ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തു. ഒണിയൻസ് ഒന്ന് സോട്ടായി വന്നപ്പോഴത്തേക്ക് ഞാൻ ടൊമാറ്റോസ് ആഡ് ചെയ്തു. ടൊമാറ്റോസും ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇടയ്ക്ക് അടിയിൽ പിടിക്കാണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ടൊമാറ്റോസ് നന്നായിട്ട് അത് വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങി. പൊടികൾ ആഡ് ചെയ്തത് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ആൻഡ് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വേണം ആഡ് ചെയ്തത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാൻ. ഞാനിപ്പോൾ ഇതിൽ 1/2 kg ചിക്കനിന് വേണ്ടിയിട്ടുള്ള അളവാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് അത് മസാലേൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു. ചിക്കൻ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്, ആ മസാലയൊക്കെ ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഗരം മസാല ഒരു 1/2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തു. അതിന് തൈരും ആഡ് ചെയ്തു. എന്നിട്ട് ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം അത് കുറച്ച് നേരം ഞാൻ അടച്ചു വെച്ച് വേവിച്ചു. വേറൊരു പാനിൽ ഞാൻ നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് കാഷ്യൂ നട്ട്സും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയും കിസ്മിസും ഒക്കെ ഞാൻ വറുത്തെടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അത് മാറ്റി വെച്ചു. ആ നെയ്യ് യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ വേറൊരു പാനിലേക്ക് നമ്മുടെ അരി വറുത്ത് വെച്ചിരുന്ന അരി ആഡ് ചെയ്ത് കുറച്ച് ഗരം മസാലയും തിളച്ച വെള്ളവും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ട് അരി വേകാൻ വേണ്ടിയിട്ട് സെറ്റാക്കി. 4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് 2 കപ്പ് അരിക്ക്. സെയിം ടൈം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത ഓണിയൻ ഉണ്ടല്ലോ, അതും ആഡ് ചെയ്തു. പിന്നെ പുതിനയിലയുടെ മല്ലിയിലേൻ്റെ ആ മിക്സും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തു. നന്നായിട്ടത് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായി. ഈ ടൈമിൽ ഞാൻ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഉപ്പൊക്കെ പാകമാണ്. ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. വേറെ കുറച്ചുകൂടെ വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഞാൻ ചിക്കൻ അതിലേക്ക് പകർത്തിയായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ 80% വെന്ത റൈസ് ഉണ്ടല്ലോ അതും വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിലേക്ക് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ആഡ് ചെയ്തു. പിന്നെ ഓണിയൻസിൻ്റെ ആ ഫ്രൈയും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കാഷ്യൂ, കിസ്മിസ്, അതുപോലെ തന്നെ പുതിനയില, കൊറിയാണ്ടർ ലീവ്സിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അതും ആഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് ഒരു 10 മിനിറ്റ്സിലേക്ക് സ്ലോ ഫയറിൽ ബിരിയാണി അടച്ച് വെച്ചിട്ട് ഇത് വേവിക്കുകയാണ്. അരിക്ക് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം, അതിന് വേണ്ടിയിട്ട് സ്ലോ ഫയറിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് അപ്പോൾ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും കമൻസായിട്ട് അറിയിക്കാൻ വേണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പം നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.